Yalla Habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. The God, the greatest of all time, starring one and only Thalapathy Vijay, and the movie is directed by Venkat Prabhu. സയൻസ് ഫിക്ഷൻ മൂവിയിലെ അപ്പോൾ നമുക്ക് ഏതായാലും ട്രെയിലർ കാണാം. എന്താണ് അവസ്ഥ? നിങ്ങൾ ട്രെയിലർ കണ്ടുവോ? കണ്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലെന്നേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്നും കൂടി ഒന്ന് കാണാം. Come on everybody. അണ്ണേ വരാ വഴിവിടേ. ഓ അത് കൊള്ളാലോ. അണ്ണേ വരാ വഴിവിടേ. This is a new assignment. உங்களை லீட் பண்ண போறது 68 international successful operations. Hostage negotiator, field agent. ഈ ലുക്ക് ഉഷാറാണ്. In short, he is a goat of sats. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. ഇനിമേ സത്യമാ കൂടി കൂടാതറ. ഏതാണ്ട് വിജയന്റെ പരിപാടികളും ഉണ്ട് ഇതിന്റെ അകത്ത്. ചില്ലി വുമൻ. அறிவு இருக்கடா உனக்கு? மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்குக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயின காந்தியும் அனுபவிக்கணும். இல்லப்பா, you're in danger. ആ ലുക്കും വലിയ കുഴപ്പമില്ല. പക്ഷെ നേരത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ? நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா for the first time காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. ഇത് കിടിലൻ ലുക്കാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ ലുക്ക്. അതെ മറ്റേ വിജയ്. അയ്യോ കുഴപ്പമില്ലാട്ടാ, എനിക്ക് അത്ര വൃത്തിയായിട്ടൊന്നും തോന്നുന്നില്ല മറ്റത്. വയസ്സടിച്ച് സ്ക്വാഡ് വിട്ട് പോയി പല വർഷം ആச்சு. எப்படின்னு யோசிக்கிறீங்களா? രസമുണ്ട് കേട്ടാ. எவ்வளவு வயசான என்னையா ട്രോൾ മെറ്റീരിയൽ ഒന്നും ആവാൻ സാധ്യതയില്ല മറ്റേ ലുക്ക്. God, the greatest of all time. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஐயா. September 4 in theaters. എന്തായാലും കലക്കട്ടെ. എനിക്ക് എന്താ പറയുക, ഭയങ്കര പ്രതീക്ഷ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ട്രെയിലർ കണ്ട സമയത്ത് സംതിങ് ഈസ് ദർ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ വിജയൻ്റെ ഒരു ലുക്ക് ട്രോളൊക്കെ ആയല്ലോ, മറ്റേ അമൽ ഡേവിസ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട്. ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ലുക്ക് എന്ന് പറയുന്നത് മറ്റേ നായരയൊക്കെ ആയിട്ടുള്ളൊരു ലുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ മറ്റുള്ളതൊക്കെ നോർമൽ വിജയൻ്റെ ലുക്സ്. പിന്നെ മറ്റേ ഏടെ വന്ന് എനിക്ക് അത്ര മോശമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ കോമഡി ആയിട്ടൊന്നും എനിക്ക് ആക്ച്വലി തോന്നിയില്ല. ഇറ്റ്സ് ഗുഡ്. ഇതിൻ്റെ അകത്ത് കണ്ടോർത്തോളം എനിക്ക് സംഭവം ലുക്കും പരിപാടികളൊക്കെ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ സയൻസ് ഫിക്ഷൻ ഫിലിം എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാം. പിന്നെ വിജയൻ്റേതായിട്ടുള്ള പരിപാടികൾ, കോമഡി അല്ലെങ്കിൽ മൂപ്പരുടെ ചില ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും എല്ലാം കൂടിയും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരട്ടെ, എല്ലാം കൊണ്ടും ഉഷാറായിട്ടുള്ളൊരു പടമായി മാറട്ടെ. അങ്ങനെ ആവണമല്ലോ അല്ലേ. പിന്നെ വിജയ് അഭിനയം നിർത്തുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് അഭിപ്രായമില്ല. പുള്ളി നിർത്തരുത് എന്നുള്ളതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സൂര്യ ഫാനാണ്. ബട്ട് സ്റ്റിൽ വിജയ് അഭിനയം നിർത്താൻ പാടില്ല. ആക്ച്വലി പുള്ളി ഇനിയും പടങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ശരിക്കും നല്ലൊരു നടനാണ്. പുള്ളി ഇങ്ങനെ ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ പരിപാടികളൊക്കെ എടുക്കുന്നതിനോട് മാത്രമാണ് എനിക്കൊരു താല്പര്യക്കുറവ് തോന്നിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണാനൊക്കെ ഒരു ഓളമാണ്.
പക്ഷേ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും ഞാൻ വിജയിനെ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കോമഡിയും പരിപാടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്നെ വിജയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞെട്ടിച്ചു കളഞ്ഞു. പാർത്ഥിവൻ്റെ കഥാപാത്രം ഫസ്റ്റ് ഹാഫ് വിജയിനെ നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് അതിലത്തെ പാർത്ഥിവൻ്റെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ലുക്ക് ആയിക്കോട്ടെ, ഐ മീൻ ഐസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതായിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി, എവറിത്തിങ് മൂപ്പരുടെ മൊത്തത്തിൽ അത് പാർത്ഥിവനാണത്. അങ്ങനെ നമ്മൾ വിജയിനെ അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്. ലിയോയിലൂടെ അങ്ങനെ പാർത്ഥിവൻ്റെ ആ ഒരു ക്യാരക്ടർ കണ്ട സമയത്ത് ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലൈക്ക് ചെയ്തൂടെ അങ്ങനെ ഡയറക്ടേഴ്സും പരിപാടികളൊക്കെ ചുമ്മാ ബിസിനസ്സിന് വേണ്ടി മാത്രം പുള്ളിയെ സമീപിക്കുന്നതിന് പകരം നല്ല കഥാപാത്രങ്ങൾ, അഭിനയ പ്രാധാന്യമുള്ള പരിപാടികളൊക്കെ പുള്ളിക്ക് കൊടുത്ത് പുള്ളി അത് തിരഞ്ഞെടുക്കാൻ കൂടി റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ശരിക്കും അത്തരത്തിലുള്ള ഗംഭീര സിനിമകളും പരിപാടികളും നല്ല അഭിനയ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അത് വേണമെന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം ഇനി എത്ര സിനിമ പുള്ളി ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. ഇതെന്തായാലും സക്സസ്ഫുൾ ആവട്ടെ എല്ലാ രീതിയിലും. പുള്ളിയുടെ അഭിനയം പരിപാടി ആയിക്കോട്ടെ, കഥയായിക്കോട്ടെ, എല്ലാ രീതിയിലും വെറൈറ്റി ആവട്ടെ, ഉഷാറാവട്ടെ. അപ്പോൾ ഇതിന് ശേഷവും വരുന്ന സിനിമകൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഉഷാറാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫാൻസൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരാളോട് ഇഷ്ടം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ സൂര്യോട് ഇഷ്ടം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പുറത്തെ വിജയിനെ നോക്കുന്ന സമയത്ത് ചില ഞൊണ്ട ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടെറിഞ്ഞ് കളിക്കണ പോലുള്ള പരിപാടിയോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ബിക്കോസ് ആരുടെയൊക്കെ ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രേക്ഷകനാണ്. നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ ഒരു സമയം മാറ്റി വെച്ച് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ നമ്മളെ എൻ്റർടൈൻ ചെയ്യണം. അത് എൻ്റർടൈൻ ആയാൽ മാത്രമേ നമുക്ക് മെച്ചമുള്ളൂ. സോ ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിജയ് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, അജിത്ത് ആയിക്കോട്ടെ, ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, എല്ലാവരുടെ പടയും പോയി കാണും. നല്ലതാണെങ്കിൽ അംഗീകരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ തോന്നിയ വിമർശനങ്ങൾ പറയും. ദാറ്റ്സ് ഇറ്റ്. അതിൽ വിജയിൻ്റെ കേസിലാണെങ്കിലും ആ ഓളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെന്തായാലും ഓളം തന്നെയാണ് പുള്ളിയുടെ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിയേറ്ററിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് ഒരു വേറെ വൈബാണ്. സോ ഏതായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഉഷാർ ഒരു പടമാവട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് കഥ കൊണ്ടും സയൻസ് ഫിക്ഷൻ ഒരു ഡിഫറെൻറ്റ് സാധനമാണ് പുള്ളി ചെയ്യുന്ന, ഒരു ഡിഫറെൻറ്റ് സാധനമാണ്. ഇതുവരെ ചെയ്തതിൽ നിന്നൊക്കെ ഡിഫറെൻറ്റ് സാധനമാണ് പുള്ളി ചെയ്യുന്നത്. അഭിനയം പരിപാടി പ്രാധാന്യമുള്ള പരിപാടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വെങ്കട് പ്രഭുവിൻ്റെ നല്ലൊരു പടമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രോൾ പരിപാടി അത് പോട്ടെ, അതിപ്പോൾ സൂര്യയുടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ട്രോളാൻ ഇപ്പുറത്തുണ്ടാവും അല്ലേ. ഇപ്പോൾ വിജയുടെ വന്നാൽ ട്രോളാൻ ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും. ഞാൻ നല്ല വശങ്ങൾ മാത്രമേ സംസാരിക്കാനും കാണാനും ആഗ്രഹിക്കുന്നുള്ളൂ. സോ ഞാൻ സത്യം പറയാം, എനിക്ക് ടു ബി ഫ്രാങ്ക് ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പേ ഇതിൻ്റെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു. പാട്ടൊക്കെ ഒരു കൂറപ്പാട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഒരു പാട്ട് വന്നത് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ പുള്ളിയുടെ മറ്റേ അമൽ ഡേവിസിൻ്റെ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലും കൂടി വന്നപ്പോഴേക്കും എനിക്ക് മൊത്തത്തിൽ അയ്യോ ഇതാകെ ശോകമാവുമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. എനിക്ക് മൊത്തത്തിൽ പ്രതീക്ഷ പോയി, മനസ്സിലായില്ലേ. അങ്ങനെയായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ബട്ട് ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ലുക്കിൻ്റെ കേസിലും പ്രത്യേകിച്ച് വലിയ വിരോധമൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് വലിയ കോമാളി പരിപാടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ട്രെയിലർ ആണെങ്കിലും എന്തൊക്കെയോ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ വരുന്നുണ്ട്. കളർഫുൾ ആയിട്ടുണ്ട് സംഗതി. മൊത്തത്തിലൊരു സാധനം വിജയിൻ്റെ പടം. ബട്ട് ഇതുവരെ വിജയിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു കൈൻഡ് ഓഫ് ജോൺറെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വിഷ്വൽസും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് എനിക്ക് ഓക്കെ എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടാൻ കാരണം. തീരെ പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് എനിക്ക് എന്താണ് പറയുക, ഒരു ചെറിയ നല്ലൊരു പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പടമായിരിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നന്നാവട്ടെ. പിന്നെ എന്താണ്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജയറാമേട്ടനുണ്ട്, എന്ത് കഥാപാത്രമാണാവോ, കാണും പറയാം. പിന്നെന്താ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പറയാൻ? ഇത്രയൊക്കെ ഉള്ളൂ. സൂര്യയുടെ കങ്കു വരാനുണ്ട് മോനെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ യുവൻ ശങ്കർ രാജ മൂപ്പർക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. ഫസ്റ്റ് ഒരു പാട്ട് വന്ന സമയത്ത് ഒരു ജാതി പാട്ട് എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. കിടിലൻ എന്താണ് പറയുക സംഗതികളൊക്കെയാണ് മൂപ്പര് ഇതിന് മുമ്പൊക്കെ ഇറക്കിയിട്ടുള്ളത്. ബട്ട് മൂപ്പര് ഇറക്കിയ ആദ്യം ഒരു സാധനം കേട്ടപ്പോൾ ഞാൻ ഒരുമാതിരിയായി.
പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ മ്യൂസിക്കും പരിപാടിയൊക്കെ കേട്ടപ്പോൾ എനിക്കറിയില്ല, വിഷ്വലി ചേർത്ത് കണ്ടുകൊണ്ടാണോ അറിയില്ല, മറ്റുള്ള മ്യൂസിക്കും പരിപാടികളൊക്കെ ഉണ്ടല്ലോ സൈഡിൽ വന്നത്, മറ്റേ BGM പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് വിഷ്വലി കണ്ട സമയത്ത് അത് നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നി. പിന്നെ പാട്ടുകളാണ് അപ്പുറത്ത്, അത് മറ്റേ പാട്ട് എനിക്ക് തീരെ പറ്റിയിട്ടില്ല. ആദ്യം വന്നൊരു പാട്ട് ആവട്ടെ, അതുകൊണ്ട് നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല ഒരു സിനിമേനെ അത് വെച്ചിട്ട്. ആ പാട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ഇനി തിയേറ്ററിൽ വരുന്ന സമയത്ത് ആ പാട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. മേ ബി വൈബ് മാറാൻ സാധ്യതയുണ്ട്, ഐ ഡോണ്ട് നോ. ഏതായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ബൈ ബൈ.